അവസാന 6 ബോളിൽ 16 റൺസ് ആവശ്യമായിരുന്നു. മില്ലർ ക്രീസിലുണ്ടായിരുന്നു. പക്ഷേ കളിയുടെ ആദ്യ ബോളിൽ തന്നെ പാണ്ഡ്യ മില്ലറെ പുറത്താക്കി. അത് ശരിക്കും ഒരു 6 ആവേണ്ടതായിരുന്നു. എന്നാൽ സൂര്യ ഒരു സ്പൈഡർമാനെ പോലെ അത് പറന്നു പിടിച്ചു. ഇതോടുകൂടി സൗത്ത് ആഫ്രിക്ക തോൽവി ഉറപ്പിച്ചു. ഇന്ന് കളി തോറ്റ ശേഷം സൗത്ത് ആഫ്രിക്കൻ താരം മില്ലർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വെറും 7 റൺസിനാണ് സൗത്ത് ആഫ്രിക്ക ഇന്ന് കളി തോറ്റത്. തോറ്റ ശേഷം മില്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കളി ജയിപ്പിക്കുമെന്ന് വിചാരിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ബോൾ തന്നെ 6ലേക്ക് വായിച്ചത്. എന്നാൽ സൂര്യകുമാറാണത് ക്യാച്ച് എടുത്തത്. ആ ക്യാച്ച് സൂര്യ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതാണ് ഞങ്ങൾ കളി തോൽക്കാൻ കാരണമായത്. ശരിക്കും ഞങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കേണ്ട മത്സരമായിരുന്നു. 30 ബോളിൽ 30 റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ ടീം പന്തിൽ കൃത്രിമത്വം കാട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇന്ന് ഇന്ത്യക്ക് കളി ജയിക്കാൻ സാധിക്കില്ല. കളി തോറ്റതിൽ ഒരുപാട് വിഷമമുണ്ട്. അടുത്ത വർഷം ഇതിനേക്കാൾ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് മില്ലർ വ്യക്തമാക്കി. സൂര്യകുമാർ ആ ക്യാച്ച് എടുത്തില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യ കളി തോറ്റു. പിന്നീട് മില്ലർ ഈസിയായിട്ട് കളി ജയിപ്പിച്ചേനെ. പാണ്ഡ്യ ഇന്ന് മികച്ച ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. ഇന്ത്യയുടെ ബൗളിംഗ് തന്നെയാണ് കളി തിരിച്ചു പിടിച്ചത്. ക്ലാസന്റെ വെടിക്കെട്ടിൽ ഇന്ത്യ തോറ്റതായിരുന്നു. പിന്നീട് ഇന്ത്യ കളി തിരിച്ചു. ക്ലാസന്റെ ഒരൊറ്റ വിക്കറ്റാണ് കളി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചത്. 2007 ശേഷം ഇന്ത്യ വീണ്ടും ഒരു വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കൻ നിരയിൽ ബാറ്റ്സ്മാൻമാർ കുറവായിരുന്നു. അതാണ് അവർക്ക് പണിയായത്. ഇന്ത്യൻ നിരയിൽ ഒരുപാട് ബാറ്റ്സ്മാൻമാരുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഈസിയായിട്ട് കളി ജയിച്ചു. ഇതുവരെ ഫോമാകാത്ത കോഹ്ലി ഫൈനലിൽ ഫോം ആവുകയും ചെയ്തു. പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് കോഹ്ലിയായിരുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.